ഇന്ത്യൻ മിലിറ്ററിയിലേക്ക് ഒരു ഔട്ട്ലുക്ക് ഉണ്ട്. വെറുതെ ഒരു ഇതൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ അപ്പോൾ പറയും എക്സ്പീരിയൻസ്ഡ് മിലിറ്ററി മാൻ എന്ന് പറയും. വെരി ഗുഡ്. റൗണ്ട് ഓഫ് അപ്ലോസ് ഒക്കെ കൊടുത്തുകൂടെ? ഒരു അപ്രീസിയേഷൻ അല്ലേ മിലിറ്ററി ലുക്ക് എന്നൊക്കെ പറയണം. വെരി ഗുഡ്. അപ്പോൾ ഇതിൽ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ആരാണിത്? എന്താ പേര്? വിനീഷ് ഫ്രാൻസിസ്. വിനീഷ് അല്ല. വിനീഷ അല്ലോന്ന് അപ്പനിട്ട പേരെന്ന് പറഞ്ഞ കാര്യമില്ല. അല്ല, ഇത് വിനീഷല്ല. നിങ്ങൾക്ക് ജനിച്ച സമയത്ത് അപ്പനും അമ്മയും പേരിട്ടു, വീട്ടുകാർ വിളിച്ചു, നാട്ടുകാർ വിളിച്ചു, കുടുംബക്കാർ വിളിച്ചു, ബാക്കിയുള്ള ആൾക്കാർ വിളിച്ചു, നിങ്ങളൊക്കെ വിളിക്കുന്നു വിനീഷ് പേര് കേൾക്കും. ഇത് ഏറ്റവും വലിയ കെമിക്കൽ ഫാക്ടറിയാണ്. One of the biggest chemical factory in the world is called the human body. നമ്മളിവിടെ മൊബൈൽ വാങ്ങിച്ചു, അല്ലെങ്കിൽ വാട്സപ്പ് പിന്നെ ഇത് എന്ത് AC ആണെങ്കിലും ഫ്രിഡ്ജ് ആണെങ്കിലും എല്ലാം വാങ്ങിച്ചു. ഇതിനൊക്കെ യൂസർ മാനുവൽ ഉണ്ട്. ഇത്രയും വലിയ സിസ്റ്റത്തിന് യൂസർ മാനുവൽ ഇല്ല. ഇത് വിനീഷ് അല്ല. ഇറ്റ്സ് ദ ബിഗ്ഗസ്റ്റ് കെമിക്കൽ factory in the world. Serotonin, melatonin, oxytocin, cortisol, adrenaline, norepinephrine, vasopressin, endocrine, corticotrophic, releasing hormone, progesterone, prolactin, thyroxine, testosterone, estrogen, ഇനിയും വേണോ, melanin, melatonin, prolactin, 50+ ഹോർമോൺസ് ഉണ്ട് ബോഡിയിൽ. എത്രയുണ്ട്? 50 പരം ഹോർമോൺസ് ഉണ്ട്. 50. നമ്മളുടെ പൈസ അക്കൗണ്ടിൽ വരുമ്പം ഒരു ഹോർമോണാണ്. പൈസ ക്രെഡിറ്റഡ് 10,000 അപ്പോൾ ഒരു ഹോർമോണാണ് ഡൊപ്പാമിൻ. അപ്പം തന്നെ EMI, AMI, വലിയ EMI ഒക്കെ പോകുമ്പോൾ പിന്നെ 2,000 രൂപ. ഇപ്പോൾ വേറെ ഹോർമോണാണ്. കല്യാണം കഴിയുന്നത് വരെ ഇങ്ങനെ പിടിച്ച് നടക്കും ഭാര്യയുടെ. ഭയങ്കര ഡൊപ്പാമിൻ്റെ എജക്ഷനാ. അവനൊന്ന് കണ്ടാൽ മതി, അവളൊന്ന് കണ്ടാൽ മതി. കല്യാണം കഴിയുന്നത് വരെ ഇങ്ങനെ കോർത്ത് പിടിച്ച് നടക്കും. അപ്പോൾ ഡൊപ്പാമിന് ഭയങ്കര പവർഫുൾ ഹാപ്പി ഹോർമോണാണ്. എന്നാൽ ഏകദേശം കല്യാണം കഴിഞ്ഞ് ഒരു 3 മാസമൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെയാവും. പിന്നെ പറയും, നീ വരുന്നുണ്ടോ? നമ്മൾ സ്ട്രോങ് ഇല്ലാതല്ലേ സെൽഫ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി പാടില്ല കേട്ടോ. നമ്മൾ സ്ട്രോങ് ആണെന്ന് പറയണം. അപ്പം നമ്മളിങ്ങനെ മുന്നോട്ടേക്ക് പോകും. പിന്നെ കുറേ കഴിയുമ്പോൾ പറയും, ഇപ്പോൾ ബീച്ചിലൊക്കെ പോകുന്ന ആൾ പറയാം, ബീച്ചിലൊന്നും പോയിട്ടൊരു കാര്യമില്ല എന്ന് പറയുമ്പോൾ ഒരു വർഷം കഴിയുമ്പം കോർട്ടിസോൾ. ഏറ്റവും കൂടുതൽ കൊറോണയിൽ ആൾക്കാർ മരിച്ചിരിക്കുന്നത് നോട്ട് ബിക്കോസ് ഓഫ് ദി കൊറോണ, ബിക്കോസ് ഓഫ് ദി TV, ബിക്കോസ് ഓഫ് ദി ടെലിവിഷൻ. ഇറ്റ്സ് എ ഫാക്ട്. കാരണം നമ്മളുടെ കാണുന്ന കാഴ്ചകൾ, നമ്മളിപ്പോൾ നെഗറ്റീവ് ന്യൂസ് രാവിലെ കണ്ടാൽ അവിടുന്ന് ഡയറക്റ്റായിട്ട് നമ്മളിപ്പോൾ രാവിലെ തന്നെ കൊന്നാലും മൊബൈൽ രാവിലെ നോക്കാൻ വേണ്ടി പറയാം. അത് പറഞ്ഞുതരാം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. നമ്മുടെ ഒരു ന്യൂസ് കാണാൻ അവിടെ പീഡനം, ഇവിടെ അടി, അവിടെ ഇത്, എല്ലാ പാകിസ്ഥാൻ്റെ അടി, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ത്യയൊക്കെ കണ്ട് നമുക്ക് കാണണം, വേണ്ടതല്ല, കണ്ട് അല്ല അവിടെ ഇവിടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ കണ്ട് ഈ ഈവനിങ്ങിലുള്ള ന്യൂസൊക്കെ കണ്ട് അപ്പോൾ എന്താവും, നമ്മുടെ നേരെ റെറ്റിനയിലൂടെ ഇൻഫർമേഷൻ നേരെ ഓക്സിപിറ്റൽ ലോബിലേക്ക് കയറിപ്പോയിട്ട് മിഡ് ബ്രെയിനിലേക്ക് വരും. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്നൊരു ചെറിയ ഹോർമോൺ എജക്റ്റഡ് ആവും. അതിന് പറയുന്ന പേരാണ് കോർട്ടിസോൾ ഹോർമോൺ എന്ന് പറയും. സ്ട്രെസ് ഹോർമോൺ. അത് വെയിനിലൂടെ വന്ന് വൃക്കയുടെ മുകളിലുള്ള അഡ്രിനാലിൻ ഗ്ലാൻഡിലേക്ക് പോയി തട്ടിക്കഴിഞ്ഞാൽ അഡ്രിനോ കോർട്ടിക്കോട്രോഫിക് റിലീസിങ് ഹോർമോൺ ATCH എന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്ത നേരെ വയറിലേക്ക് വരും. ആദ്യം സ്ട്രെസ് വയറിലടിക്കുക, വയറ് കൊളാവാൻ വേണ്ടി തുടങ്ങും.